വേർഡിലെ രണ്ടാമത്തെ പോപ്പുലറിലെ രണ്ടാമത്തെ ഓപ്ഷനാണ് ഇനേബിൾ ലൈവ് പ്രിവ്യൂ എന്ന് കാണിക്കുന്നത്. ഇതെന്താണെന്ന് നോക്കാം. നമ്മളിവിടെ ടെക്സ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും പിക്ചറോ മറ്റോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്തു. ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം റിബണിലൂടെ നമ്മളിവിടെ ഫോണ്ടിൻ്റെ ലിസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഈ ഫോണ്ട് ലിസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓരോ ഫോണ്ടിലൂടെ നിങ്ങളുടെ മൗസ് വെറുതെ ഓടിച്ചു നോക്കി കഴിഞ്ഞാൽ റിയൽ ടൈമായിട്ട് ഈ എന്താ പറയുക ആ ടെക്സ്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഫോണ്ടിൻ്റെ സൈസ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അതുമേലെ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റുന്നത് കൊണ്ടാണ് ഇതിനെ ലൈവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അപ്ലൈ ആവാനായിട്ട് ഇത് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇത് അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് സൈസിലൂടെ നിങ്ങൾ വെറുതെ മൗസ് ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ ലൈവായിട്ട് പ്രിവ്യൂ കാണാനായിട്ട് സാധിക്കും. നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം. മറ്റേതെന്ന് വെച്ചാൽ ഒരു തവണ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമുക്ക് വീണ്ടും അടുത്ത സൈസ് ഉപയോഗിക്കാൻ പറ്റിയിരുന്നത്. ഇപ്പം അങ്ങനെയല്ല, നമുക്ക് പ്രിവ്യൂ ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും. ഇതിനാണ് ലൈവ് പ്രിവ്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ കളർ കൊടുക്കുമ്പോൾ, കളറിലൂടെ നമ്മൾ മൗസ് ഓടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് മാറി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിനെയാണ് ലൈവ് പ്രിവ്യൂ എന്ന് പറയുന്നത്. ചിത്രങ്ങൾക്കും അതുപോലെ തന്നെ ചിത്രങ്ങളിലും എല്ലാം ഇത് സാധ്യമാണ്. ഇവിടെ നോക്കുക, ഞാനൊരു ചിത്രം കൊടുക്കുന്നുണ്ട്. ഒരു ചിത്രം ഇട്ട് അതിനുശേഷം ഈ ചിത്രത്തിൻ്റെ ബ്രൈറ്റ്നെസ്സിൽ ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ലൈവായിട്ട് നമുക്ക് പ്രിവ്യൂ വരുന്നുണ്ട്. കണ്ടോ? ഇതുപോലെ തന്നെ ഇതിലെ മൗസ് ഇവിടെ വയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫ്രെയിം ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലൈ ആയി വരുന്നുണ്ട്. നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുന്നതിനെയാണ് ഈ ലൈവ് പ്രിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാണുന്നില്ലെങ്കിൽ ഇത് ഓഫായി കിടക്കേണ്ടെന്ന് അർത്ഥം. അതായത് ഓപ്ഷനിൽ പോവാം, വേർഡ് ഓപ്ഷൻസിൽ പോവാം. ഇവിടെ ഇനേബിൾ ലൈവ് പ്രിവ്യൂ എന്നുള്ളത് അൺചെക്ക് ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കില്ല. ഈ സമയത്ത് നമ്മൾ കോൺട്രാസ്റ്റിലൂടെ പോകുമ്പോൾ യാതൊന്നും സംഭവിക്കുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ ഫ്രെയിമിലൂടെ പോകുമ്പോഴൊന്നും ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഈ ഓപ്ഷനിൽ പോയിട്ട് ഈ ഓപ്ഷൻ ഇനേബിൾ ലൈവ് പ്രിവ്യൂ എന്നുള്ളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ലഭിക്കുന്നതാണ്.